Hi all, welcome to Wings to Win Education. Wings to Win Educationന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UGC നെറ്റ് പ്രീവിയസ് ഇയറിൽ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള 2024 ജൂലൈയിൽ കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, 2024 ഓഗസ്റ്റിലാണ് എക്സാം. നമുക്ക് ആദ്യം ഒരു എക്സാം കഴിഞ്ഞു, അതെന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ദെൻ ഓഗസ്റ്റിലാണ് റീ എക്സാം നടന്നിരുന്നത്. ഈ റീ എക്സാമിന്റെ അനാലിസിസ് ആണ് നമ്മൾ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട്, ഇതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സജഷൻസ്, കറക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ അറിയിക്കുക. അതിനനുസൃതമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് UGC നെറ്റ് നേടാൻ നിങ്ങളെ എത്രത്തോളം പ്രാപ്തമാക്കുന്നുവോ എന്നതിലാണ് വിങ്സ് ടു വിൻ എഡ്യൂക്കേഷന്റെ ഒരു വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും വിങ്സ് ടു വിൻ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്. ആ സപ്പോർട്ടിനനുസൃതമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. First question. In the Cobb-Douglas production function, Q is equal to L raised to alpha, K raised to beta, where A, alpha and beta are positive parameters. Alpha and beta measures. നമുക്കറിയാം Q is equal to L raised to alpha, K raised to beta എന്ന് പറയുന്നത് ഒരു Cobb-Douglas production function ആണ്. ഇതിൽ എയും ആൽഫയും ബീറ്റയും പോസിറ്റീവ് പാരാമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ആൽഫയും ബീറ്റയും എന്താണ് എന്നാണ് മെഷർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൽഫ എന്തിനെ സൂചിപ്പിക്കുന്നു, ബീറ്റ എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഇൻപുട്സ്, ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻപുട്ട് പ്രൈസ് ഓഫ് ഔട്ട്പുട്ട്സ്, ടെക്നോളജിക്കൽ കണ്ടീഷൻ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സ് എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം പ്രോപ്പർട്ടീസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ MPLും MPK നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. MPL and MPK depends only on the quantities of capital and labor used in the production process. Then നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. ആൽഫ and beta are the exponents of capital and labor respectively. It shows the output elasticities of labor and capital. ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഔട്ട്പുട്ട് ഇലാസ്റ്റിറ്റീസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയെയാണ് ആൽഫയും ബീറ്റയും ഡിനോട്ട് ചെയ്യുന്നത്. എന്താ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് എന്ന് പറയുമ്പോൾ? ഒന്നുമില്ല, ലേബർ എത്രത്തോളം ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ഇൻപുട്ട് ആയിട്ട് ലേബറിന് എത്രത്തോളം യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ലേബേഴ്സ് എത്രത്തോളം ഔട്ട്പുട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ആൽഫ കാണിക്കുമ്പോൾ, ബീറ്റ എന്ത് കാണിക്കുന്നു? ക്യാപിറ്റലിൽ നിന്നുള്ള ഔട്ട്പുട്ടിലേക്കുള്ള പ്രൊഡക്ടിവിറ്റിയെ കാണിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following is our possible reasons for surplus in BOP? BOPയിലെ സർപ്ലസിന് കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ BOPയുടെ സർപ്ലസ് ഉണ്ടാവാൻ താഴെ പറയുന്ന ഏതൊക്കെ കാരണങ്ങൾ പെടും എന്നുള്ളതാണ്. നോക്കാം. ഡിക്ലൈൻ ഇൻ ഇമ്പോർട്ട്സ് കുറയുക. ഇമ്പോർട്ട്സ് കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ഇമ്പോർട്ട്സ് കുറയുമ്പോൾ അവരുടെ BOPയുടെ സർപ്ലസ് കൂടുക ചെയ്യുന്നത്. കാരണം ഇമ്പോർട്ട്സ് കുറയുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ ക്യാഷ് എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് വല്ലാണ്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു റീസൺ ആണ്. ദെൻ ഡിക്ലൈൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് തെറ്റാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി കുറയുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഫ്ലോക്കാണ് കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാരണമായിട്ട് ഇൻഫ്ലോയേക്കാൾ കൂടുതലായിട്ട് ഔട്ട്ഫ്ലോ ഓഫ് മണിയാണ്, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് കറൻസിയാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് ശരിയല്ല. Then increase in export. Obviously ഇതൊരു റീസൺ ആണ് BOP സർപ്ലസിലേക്ക്. കാരണം
എക്സ്പോർട്ട് കൂടുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിലേക്ക് ഇൻഫ്ലോ അല്ലെ ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹൈ ഔട്ട്വേർഡ് FDI എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. അതും എന്തല്ല ഒരു റീസണ് അല്ല. കാരണം FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാലാണ് രാജ്യത്തിന് ഗുണമുണ്ടാവുള്ളൂ. പക്ഷെ FDI എന്താ ചെയ്യുന്നത്, പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തില്ല, രാജ്യത്തെ സംബന്ധിച്ചത് ഗുണമില്ല. അത് സർപ്ലസിലേക്കല്ല, BOPയുടെ ഡെഫിസിറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സോ എയും സിയും ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. our answer option A and C. എയും സിയും ആണ് കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. Okay. Consider the following statements. ഇതില് 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിലെ ശരിയും തെറ്റും ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. MPC schedule is obtained by subtracting successive values of TC only. No, ഇത് wrong ആണ്. TC only അല്ല, TCO TVCO അതിൽ നിന്നുമാണ് MPC schedule obtain ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ B ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. either TC or TVC കേട്ടോ. TC only അല്ല, TC അല്ലെങ്കിൽ TVC അതാണല്ലോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Then MPC schedule is obtained by subtracting successive values of either TVC or TFC. അതും തെറ്റാണ്. കാരണം TFC എന്ന് പറയുന്നത് ചേഞ്ചബിൾ അല്ല, ഫിക്സ്ഡ് ആണ് അല്ലെ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഏതിന്റെ ഭാഗമല്ല, MPC ഷെഡ്യൂളിന്റെ ഭാഗമല്ല. അത് TCO TVCO അതിലാണ് ചേഞ്ച് വരുന്നുള്ളൂ. TFCയിൽ ഒരിക്കലും ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്, തെറ്റാണ്. Then the area under the MC curve equals TC. ഇതും തെറ്റാണ്. കാരണം MC കർവിന് താഴെയുള്ള ഏരിയയെ TC അല്ല TVC ആണ് കേട്ടോ. അത് TVC ആണ്, TC അല്ല. Then AVC equals TC minus AFC. No, അതും തെറ്റാണ്. AVC equal to average total cost ഉം AVC AFC തമ്മിലല്ല ബന്ധം. എന്താണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. AC is equal to ആണ് AVC plus AFC. അപ്പോഴാണ് എന്താവുന്നുള്ളൂ, AC മൈനസ് AFC ചെയ്താലാണ് AVC കിട്ടത്തുള്ളൂ. TCയിൽ നിന്നും AFC മൈനസ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് കിട്ടൂല, AVC കിട്ടൂല. അപ്പോൾ B മാത്രമേ ശരിയുള്ളൂ, Aയും Cയും Dയും Eയും എന്താണ്, തെറ്റാണ്. So our answer, incorrect answer ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. So our answer option C, A, C, D, E. B മാത്രമാണ് ശരി ഉള്ളൂ. Fourth one, the phrase of demonstration effect is coined by. നമ്മള് കൺസംഷൻ ഫംഗ്ഷനിൽ കൺസംഷൻ തിയറീസ് പഠിക്കുന്നുണ്ട് മാക്രോ എക്കണോമിക്സിൽ. യൂണിറ്റ് 2 മാക്രോ എക്കണോമിക്സിൽ കൺസംഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് കൺസംഷൻ തിയറീസ് പഠിക്കുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ജെയിംസ് ഡ്യൂസംബറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറി അല്ലെ. നമ്മുടെ കെയ്ൻസിന്റെ തിയറി ഉണ്ട്, ഫ്രീഡ്മാന്റെ തിയറി ഉണ്ട്, ലൈഫ് സൈക്കിൾ ഹൈപ്പോതെസിസ്, മോഡിഗ്ലാനിയുടെ ഒക്കെ ലൈഫ് സൈക്കിൾ ഹൈപ്പോതെസിസ് ഉണ്ട്. ജെയിംസ് ഡ്യൂസംബറിയുടെ തിയറിയിലാണ് എന്ത് പറയുന്നത്, ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിനെ കുറിച്ച് വിവരിക്കുന്നത്. അപ്പം ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ജെയിംസ് ഡ്യൂസംബറി ആണ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് പ്രകാരമാണ് ജെയിംസ് ഡ്യൂസംബറി ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക്, കൺസ്യൂമേഴ്സിന്റെ ഇടയ്ക്ക് ഒരു കോപ്പിംഗ് ടെൻഡൻസി കാണുന്നുണ്ട്. അതായത് ഏതെങ്കിലും കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മോഡിറ്റി എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ഒന്നും നോക്കാണ്ട് തന്നെ അവര് അത് കൺസ്യൂം ചെയ്തു. മറ്റുള്ളവരുടെ അടുത്ത് അതുണ്ട്, എന്റെ അടുത്ത് അത് വേണം എന്നുള്ള ഒരു കോപ്പിയിങ് ടെൻഡൻസി ഉണ്ടല്ലോ, നമ്മൾ അതിനെന്ത് ചെയ്യാണ്, ഇമിറ്റേറ്റ് ചെയ്യാണ്. ഇമിറ്റേഷൻ ഇഫക്റ്റ് എന്നൊക്കെ പറയാം. ആ ഇഫക്റ്റിനെയാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജെയിംസ് ഡ്യൂസംബറി ആണ്. താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സജഷൻസും കറക്ഷൻസും ഒന്ന് അറിയിക്കുക. താങ്ക് യു.